2026 മാർച്ച് 6-ലെ സിറാജ് എഡിറ്റോറിയൽ. തീക്കാറ്റുപോലെ വ്യാജവാർത്തകൾ. ആഗോളതലത്തിൽ ഭീതിയുയർത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ ഡിജിറ്റൽ ലോകത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഒരു സമാന്തര വിവരയുദ്ധം. മിസൈലുകളെക്കാൾ വേഗത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ യുദ്ധത്തെക്കുറിച്ചുള്ള തെറ്റായ വാർത്തകളും വ്യാജ വീഡിയോകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ യുദ്ധദൃശ്യങ്ങൾ പുതിയ മട്ടിലെന്ന പേരിലും AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ ആക്രമണ വീഡിയോകളും വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയും ആഗോള സമൂഹത്തിൽ ഇത് കടുത്ത ഭീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണം എന്ന തലക്കെട്ടിൽ ബോംബ് വീണ് ഒരു നഗരത്തിലെ കെട്ടിടങ്ങൾ കത്തിച്ചാമ്പലാകുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ. ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ദൃശ്യങ്ങളാണെന്നും 2003-ലെ ഇറാഖ് യുദ്ധകാലത്ത് ബാഗ്ദാദിൽ നടന്ന ബോംബാക്രമണത്തിന്റേതാണെന്നും വ്യക്തമായി. യുദ്ധ ഗെയിമുകളിലെ ദൃശ്യങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധ ദൃശ്യമെന്ന മട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇറാൻ മിസൈലാക്രമണം എന്ന അടിക്കുറിപ്പോടെ പ്രചരിച്ച ഒരു വീഡിയോ പരിശോധനയ്ക്കു വിധേയമാക്കിയപ്പോൾ വീഡിയോ ഗെയിമിലെ ദൃശ്യങ്ങളാണെന്ന് ബോധ്യമായി. കൃത്രിമ ബുദ്ധി AI ഉപയോഗിച്ച് നിർമ്മിച്ച യുദ്ധദൃശ്യങ്ങളും ധാരാളം. ഈ മാർഗേണ നിർമ്മിച്ച തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെയും പേടിച്ചുവിറച്ച കുട്ടികളുടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. സമൂഹത്തിൽ വൈകാരിക പ്രതികരണം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇറാൻ നേതാക്കളുടെ പഴയ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തും തെറ്റായ സബ്ടൈറ്റിലുകൾ നൽകിയും യുദ്ധപ്രഖ്യാപനമെന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. BBC, CNN തുടങ്ങിയ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ലോഗോ ഉപയോഗിച്ചും പടച്ചുവിടുന്നു വ്യാജ യുദ്ധവാർത്തകൾ. യുദ്ധവുമായി ബന്ധപ്പെട്ട് വ്യാജ അക്കൗണ്ടുകളുടെ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. യുദ്ധഭൂമിയിലെ സംഭവങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതിൽ ഒതുങ്ങുന്നില്ല വ്യാജ വാർത്താ സൃഷ്ടികൾ. ഗൾഫ് നാടുകളിലെ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ചും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. യുദ്ധം ഗൾഫ് നാടുകളിലേക്കും വ്യാപിക്കുന്നു. പ്രവാസികളോട് രാജ്യം വിടാൻ നിർദ്ദേശം. യുദ്ധം കാരണം കമ്പനികൾ പൂട്ടുന്നു. പ്രവാസി തൊഴിലാളികളെ പിരിച്ചുവിടുന്നു. ഇന്ത്യൻ തൊഴിലാളികളെ കേന്ദ്രം ഒഴിപ്പിക്കുന്നു തുടങ്ങിയ വാർത്തകൾ ഈ ഗണത്തിൽപ്പെട്ടതാണ്. ദുബായ് ആക്രമിക്കപ്പെട്ടു, ദോഹയിൽ മിസൈൽ വീണു തുടങ്ങിയ തലക്കെട്ടോടെ ചില പഴയ യുദ്ധദൃശ്യങ്ങളും വ്യാപകമാണ്. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് ഈ വ്യാജ സൃഷ്ടികൾ. ഇതൊന്നും ഗൾഫ് ഭരണകൂടങ്ങളോ ഇന്ത്യൻ സ്ഥാനപതികളോ ഡൽഹി വൃത്തങ്ങളോ നൽകിയ സന്ദേശങ്ങളല്ല. യുദ്ധം UAE-യിലെ പ്രവാസികളിൽ ഒരു തരത്തിലുള്ള സുരക്ഷാഭീതിയും സൃഷ്ടിക്കുന്നില്ല. അവർ പൂർണ്ണ സുരക്ഷിതരാണെന്ന് ചൊവ്വാഴ്ച അബുദാബിയിൽ നടന്ന ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഇബ്രാഹിം ഹാഷിമി വ്യക്തമാക്കിയതാണ്. വ്യാജവാർത്തകൾക്കെതിരെ പ്രോസിക്യൂഷൻ വഴി കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെല്ലുവിളികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും മധ്യേയാണ് പ്രവാസികൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ പടച്ചുവിടുന്ന ഇത്തരം വ്യാജവാർത്തകൾ അവരുടെ മാനസിക സുരക്ഷയെയും ബാധിക്കുന്നു. മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ. വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളെ ആശ്രയിച്ച് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ യുദ്ധസംബന്ധമായ ഭീതിജനക വിവരങ്ങൾ പങ്കുവെക്കരുത്. അത് വ്യാജ പ്രചാരകർക്ക് പ്രോത്സാഹനം നൽകും. പ്രവാസികളുടെയും അവരുടെ സ്വത്തിന്റെയും സംരക്ഷണത്തിൽ അതാത് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ സജ്ജമാണെന്നിരിക്കെ സോഷ്യൽ മീഡിയയിലെ ആശങ്കാജനകമായ ഇത്തരം പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുത്. യുദ്ധകാലത്ത് വ്യാജവാർത്തകളും തെറ്റായ പ്രചാരണങ്ങളും പുതിയ പ്രതിഭാസമല്ല. ആയുധപ്പോരാട്ടത്തോടൊപ്പം വിവരങ്ങളുടെ പോരാട്ടവും നടന്നിട്ടുണ്ട് യുദ്ധവേളകളിലെല്ലാം തന്നെ. 1962-ലെ ഇന്ത്യ-ചൈന യുദ്ധഘട്ടത്തിലും ഇന്ത്യ-പാക് യുദ്ധകാലത്തും ഇറാഖ് യുദ്ധവേളയിലും വൻതോതിൽ വ്യാജ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഏതെങ്കിലുമൊരു കക്ഷി വൻ വിജയം നേടിയെന്നു വരുത്തിത്തീർക്കുക, ശത്രുവിന്റെ ശക്തി കുറച്ചു കാണിക്കുക, മനോവീര്യം തകർക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് വ്യാജ പ്രചാരണത്തിനു പിന്നിൽ. മുൻകാലങ്ങളിൽ റേഡിയോ വഴിയാണ് വ്യാജ പ്രചാരണങ്ങളെങ്കിൽ ഇന്ന് വിരൽത്തുമ്പിലെ സോഷ്യൽ മീഡിയയിലേക്ക് മാറി. അതോടെ അവയുടെ വ്യാപ്തിയും വേഗവും വർദ്ധിക്കുകയും ചെയ്തു. നിർമ്മിത ബുദ്ധി വന്നതോടെ ഇത് കുറേക്കൂടി അനായാസമായി. 1990-കളിലെ ഇറാഖ് യുദ്ധവേളയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഒരു പക്ഷം ചേർന്നുള്ള വാർത്തകൾ നൽകിയത് കടുത്ത വിമർശനത്തിന് വിധേയമായതാണ്.
ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധ റിപ്പോർട്ടിംഗിലും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പക്ഷപാതിത്വം കാണിക്കുന്നുണ്ട്. യുദ്ധവാർത്തകളെ സമീപിക്കുമ്പോൾ അതീവ ജാഗ്രതയും വിമർശനാത്മക സമീപനവും ആവശ്യമായി വന്നിരിക്കുകയാണ്.